എന്താണ് ഒരു മൂഡ് ഓഫ്? ഏയ് ഒന്നുമില്ല. ഞാൻ എന്റെ നോവലിലെ ഒരു പ്രതിസന്ധി തരണം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് കിടക്കുകയായിരുന്നു. വല്ല പ്രേമരംഗമാണോ? അല്ല, ഫ്രോഡ് രംഗമാണ്. അതായത് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വിശ്വാസ വഞ്ചന ചെയ്യേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ധർമ്മസങ്കടം നിറഞ്ഞ സിറ്റുവേഷൻ. ഐ സീ. യു ക്യാൻ സീ. അതാണ് വളവിൽ സ്റ്റൈൽ. എന്താണ് ഇവിടെ? വെറുതെ തമാശ പറയായിരുന്നു. അങ്ങനെ വെറുതെ തമാശ പറയണ്ട. ഓ പിന്നെ സാർ ഇവിടെ എത്ര കാലം കാണും? പ്രസവം കഴിഞ്ഞാലുടൻ പോവും. ആരുടെ? എന്റെ സാഹിത്യ സൃഷ്ടിയുടെ. ഇത്തരം കഥകൾ കഷ്ടപ്പെട്ട് പ്രസവിക്കുന്നതിനേക്കാൾ നല്ലൊരു പണി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മഴവിൽ കോമഡി എന്ന ചിത്രത്തിലെ നായകൻ വേലായുധന്റെ പണി. അപ്പൊ അറിയല്ലേ? അറിയാഞ്ഞിട്ടല്ല സുഹൃത്തെ. അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോഴേ അറിയൂ എന്ന് കേട്ടിട്ടില്ലേ? ഞാൻ കുറച്ച് ചൊറിഞ്ഞവനാ. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ജോസഫ് വി ജോസഫ് എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. മനുഷ്യ ജീവിതങ്ങളെ സത്യസന്ധമായി ചിത്രീകരിച്ചിരുന്ന നോവലിസ്റ്റ് അല്ലേ? ഹീസ് ഗ്രേറ്റ്. ആ ഗ്രേറ്റിന്റെ സ്വന്തം അനുജനാണ് ഞാൻ. വീട്ടുവാടക കൊടുക്കാൻ ഗതിയില്ലാതെ വാടകക്കാരനെ പേടിച്ച് പ്രതിഭാധനായ ആ സാഹിത്യകാരൻ ഒരു ചക്കപ്ലാവിൽ കയറി ഒളിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഉണങ്ങിയ ഒരു കൊമ്പിലാണിരുന്നത്. കൊമ്പൊടിഞ്ഞു വീണിടത്ത് തന്നെ ക്ലോസ് ആയി. ആ ഗതി എനിക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം നോവലുകൾ എഴുതുന്നത്. ഒരു കാര്യം അറിയോ? മാനസമൈനെ കൂടവിടെ എന്ന എന്റെ നോവൽ വായിച്ച് സ്ത്രീജനങ്ങൾ ഒഴുക്കിയ കണ്ണീര് കൊണ്ടാണ് കഴിഞ്ഞ വർഷം സർക്കാരിന് കറണ്ട് കെട്ടില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിഞ്ഞത്. സോറി, ഞാനേറെ പറഞ്ഞു. ഉടമ്പുളി കിട്ടിയില്ല. അങ്ങനത്തെ സാധനം എങ്ങുമില്ല. അവക്കെന്തോ ബുക്സ് വാങ്ങണമെന്ന് പറഞ്ഞില്ലേ? എത്രാന്ന് വെച്ചാ കൊടുക്ക്. പാലുകാരുള്ളത് മാറ്റി വെച്ചേ, ബാക്കി വെച്ചോ. എനിക്ക് കുറച്ച് കാശ് വേണ്ടി വരേ. അച്ഛൻ തരേ. ആ കവലയിലോട്ട് പോയേക്കാ. കാപ്പി കാണുമായിരിക്കും. ഡ്യൂട്ടി തീർന്നില്ലേ? ഇല്ല, പോണം. നിനക്ക് കാശ് വല്ലതും വേണോടാ? വേണ്ട. വല്ല വേണം വാങ്ങിച്ചോ ലക്ഷ്മി. ശരി. നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞോടി. മനുഷ്യൻ അന്ധകരണ പോയല്ലോ. നിന്റെ തോളത്ത് ഞാനല്ലാതെ വേറെ ഏത് പിശാചരെ പിടിക്കാൻ വരണത്? തന്നെ പതിവില്ലാത്ത ഒരു ശൃംഗാരം. നിന്റെ അടുത്ത് രൂപായിരിക്കും 200 രൂപ എടുക്കാൻ. ഞാൻ വല്ല വർത്താനം പറയവേ? രൂപ ചോദിക്കും, വർത്താനം പറഞ്ഞിട്ട് എന്നാ കാര്യം? എന്റെ അടുത്ത് എവിടുന്ന രൂപ? എനിക്കിവിടെ വല്ല മറ്റേ നമ്മുടെ സഹായം കളഞ്ഞു കുളിപ്പിക്കല്ലേടി കട്ടപ്പനക്കാരൻ കൊച്ചുപറീച്ചന്റെ മോളെ. നീ ഇപ്പൊ എന്ത് ചെയ്യും? ചേട്ടന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ? വന്നോ? ശമ്പളം കൊണ്ടുവന്ന് കൊടുത്തേച്ചു ഇപ്പൊ പോയതേ ഉള്ളൂ. യൂണിഫോമിലാണോ പോയത്? സന്ധ്യ പുണ്യാളവ. എവിടേക്കാ? കളഞ്ഞ് ഒരു നല്ല കാര്യം ഇറങ്ങും പുറമില് വിളിക്കാടി ചൂലേ. എന്താ സാറേ? ഇടിമിന്നൽ ഈ നേഷനെ വടിയാക്കാന്ന് വിചാരിക്കരുത്. അടിച്ച് പഠിപ്പിച്ചോളാം ഞാൻ. എന്താ എന്താ സാറേ ഇത്? ഈ നേഷന്റെ ഓപ്പറേഷൻസ് ഇടിമിന്നൽ പോലെയാണെന്ന് തൊണ്ടി കാണുമ്പോ മനസ്സിലാവും. വല്യത്തിനില്ലാത്ത സമയത്ത് എന്തെന്ന് ഓപ്പറേഷൻ? ഇതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. വാചകങ്ങൾ വിദ്യയുടെ വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയാൽ കഞ്ചാവ് കള്ളക്കടത്തിൽ അനന്തം പിളയ്ക്കും പങ്കുണ്ടെന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനാവശ്യം പറയരുത്. അറ്റയ്ക്കയുടെ ഈ നേഷം പിണങ്ങി അണലിയാണ് കേട്ടാ. ഇതിലെന്തോ ചതിയുണ്ട്. വല്യച്ഛനെ കൊടുക്കാൻ ആരോ മനഃപൂർവ്വം കെണി ഒരുക്കിയിരിക്കുക. സാറേ, സാറ് എവിടെ പോയിരിക്കായിരുന്നു? സാറിന്റെ വീട്ടിൽ പരിശോധന നടക്കാണ്. എന്റെ വീട്ടില്? അതെ സാറേ. സാറിന് കഞ്ചാവ് ബിസിനസ്സുമായി ബന്ധമുണ്ടെന്ന് SI പറയുന്ന കേട്ടു. ഒന്നും കിട്ടിയില്ല സാർ. ഇല്ലേ? അയ്യേ, മെനക്കേടായി പോയല്ലേ. പോയി ഒളിപ്പോലെ എനിക്കറിയാം. എവിടെ വാ ചാക്ക് കിട്ട്? ചാക്കോ? വാ ചാക്ക്, കഞ്ചാവ് നിറച്ച ചാക്ക്. എവിടെ വാ?
ആലോചിച്ച് കള്ളത്തൊരൊന്നും പറയല്ലേ. എവിടെ വാ പറഞ്ഞ സാർ. നേരെ ചൊവ്വേ ഉദ്യോഗം നോക്കുന്ന പോലീസുകാരുടെ വീട്ടിൽ താമസത്തിന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമുണ്ടല്ലേ. എടേ ചോടരേ കൊല്ലുന്നില്ല. അല്ലല്ലേ കൂമ്പോ ഇല്ലെങ്കിൽ പോവും. എവനെ ഞാൻ ഉരുട്ടിക്കൊള്ളാം. എടേ തലയടേ. സത്യമായിട്ട് എന്നെ ഒരക്ഷരമുണ്ടല്ലേ. പിള്ളേരല്ലേ ഒന്നോളാം സാർ. അതെ അന്ന് ഓടെ തിരിഞ്ഞ് വാ നോക്കാതെ വാടേ. അയാൾ ആള് കൊള്ളാവല്ലോ, പൂച്ചയെ പോലെ ഇരുന്നുണ്ട്. നീ ചെന്ന് ഞാൻ തന്നെ ആ രൂപ ഇങ്ങെടുത്തുണ്ടോ? എന്താ പെട്ടെന്ന്? ആവശ്യമുണ്ട്. അവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കള്ളനാണെന്ന്. കുളവായനെ. ഡ്രസ് മാറുന്നില്ലേ? റൂട്ട് കയറുന്നില്ല. അച്ചു വന്നില്ലടി റഷ്യ കൊച്ചെ. ഞമ്മ വെച്ച ആൾക്കാര് ഞമ്മക്ക് തന്നെ എതിരായി. ഇനി അടുത്ത കള ആന നീങ്ങത്ത്. ആനയ്ക്കെതിര് ആന. മനസ്സിലാവണില്ല മുതലാളി. തന്റെ പോലുള്ള പോത്തുങ്ങളെയൊക്കെ പോലീസിലെടുത്തത് ആരാ? സർക്കാർ. പിന്നല്ലാണ്ടാര്? താൻ അനന്തം പിള്ളയെ പിടിച്ചൊന്ന് വരട്ടണം. എന്തൊരു പുല്ലിന്? വർഗീസിന്റെ അടുത്ത് കഞ്ചാവ് സൂക്ഷിക്കാൻ കൊടുത്തത് അച്യുതം പിള്ള. നല്ല പിള്ള ജമേണ അനന്തം പിള്ള അനിയന്റെ കള്ളക്കളിക്ക് കാവൽ. യാതൊരു രീതിയില് താൻ ആ തൊപ്പി ഒന്ന് ഊരി വെക്കി. അതിന്റെ അകത്ത് കുറച്ച് കാറ്റും വെളിച്ചവും കയറട്ട്. വർഗീസിനെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച് മേടിക്കണം. എന്നിട്ട് വേണം എന്റെ വരട്ട്. കൊച്ചു പിള്ളേനെ വലിയ പിള്ള ശരിക്കൊന്ന് പെരുമാറി കഴിയുമ്പോ ഞമ്മക്കൊരു കളി കളിക്കാം. എന്തൊരു കളി? പന്തി കളി. അത് ശരി. ഇനി മുതലാളി പേടിക്കണ്ട, ഗ്വാൾ അടിച്ചു കയറ്റണത് നമ്മൾ തന്നെ. പിന്നെ വർഗീസ് ഓന്റെ കാര്യം എവര് നോക്കിക്കൊള്ളും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ ഇവിടെ ഞാനും ഉണ്ട് മുതലാളി. പിന്നെ പിന്നെ നിങ്ങൾ വരി, അതൊക്കെ നമുക്ക് ശരിയാക്കാൻ. ഞാൻ പോട്ടാ. നിങ്ങൾ പറയണ മുഴുവൻ ഞാൻ വിശ്വസിക്കണം അല്ലേ? ഒന്നും അറിഞ്ഞൂടെ പോലും. കുളം കലക്കി മീൻ പിടിക്കല് കേട്ടാ. അച്യുതം പിള്ളയുടെ കഞ്ചാവ് ബിസിനസിന് മറ പിടിക്കണത് നിങ്ങളാണെന്ന സത്യം ആർക്കും അറിഞ്ഞൂടെന്ന് വിചാരിക്കല്ലേ. നിങ്ങൾക്കത് പങ്കില്ലെങ്കിൽ 23 മണിക്കൂറിനകത്ത് അയാളെ കസ്റ്റഡിയിൽ എടുക്കണം. ഓർ ഐ വിൽ ടേക്ക് ആക്ഷൻ. അണ്ടർസ്റ്റാൻഡ്? ഉണ്ടക്കണ്ടെന്താള് നിൽക്കാതെ ചെല്ല്. അച്ചുണ്ടെങ്കി വരി. അനന്തണ്ണൻ അനിയനോട് സ്നേഹമില്ലെങ്കിലും ആ സാഹിത്യനുണ്ട്.
അങ്ങേര് വക്കീലിനെ വിട്ട് ജാമ്യം എടുപ്പിച്ചു. വക്കീലുകളും പാർട്ടികളും പുറത്ത് വണ്ടിയിൽ ഇരിപ്പുണ്ട്. ഞാൻ കുപ്പി ഗ്ലാസ്സിൽ ചായകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. വേഗം ചെല്ലി നിന്ന് വടവാതെ വേഗം ചെല്ലുവേ. അയ്യേ ഇടികൊണ്ട് പഴുത്ത്. എന്താ അച്യുതം പിള്ളേ ഒന്ന് മുണ്ടാണ്ടിരിക്കണത്? വണ്ടി ഒന്ന് നിർത്തണം. എന്താ അച്യുതം പിള്ളേ? അച്യുതം വെറും മറ്റവനാണെന്ന് വിചാരിക്കരുത്. അച്യുതം പിള്ളേ? അതെ, അങ്ങനെ തന്നെയാ എന്റെ പേര്. മുരിക്കുംപാടത്ത് മുകുന്ദമ്പിള്ളയുടെ മകൻ അച്യുതം പിള്ള. പാടിപ്പില്ലെന്ന് വിചാരിച്ച് പരണത്ത് കയറ്റില്ലടൂ. എന്നെ എന്റെ ചേട്ടനും തമ്മിൽ തല്ലിച്ചിട്ടേ അതിനിടയ്ക്ക് നിന്ന് ചോര നക്കി കുടിക്കാൻ താൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. തലയിരിക്കും വാലാടല്ലേ പിള്ളേ? ചെവിയുമേ നുള്ളിക്കോ. താൻ ഓടും. എന്താടാ നമുക്ക് നോക്കണേ? വിട്ടുപോടാ. നിന്റെ ആരെങ്കിലും ചത്തോടി? എന്റെ ഏട്ടനാ എന്നെ തല്ലും കൊല്ലും. നിനക്കെന്താടി? ഞാൻ എന്തിനാ കള്ളനായെന്നറിയാവോ? എന്റെ ചേട്ടൻ പോലീസ് ആകാൻ വേണ്ടിയാ. കൊച്ചച്ഛൻ പറഞ്ഞ സത്യ. കൊച്ചച്ഛൻ ആദ്യമായിട്ട് മോഷ്ടിച്ച എന്തിനാന്ന് പറയട്ടെ. നിന്റെ അച്ഛന് പാഠപുസ്തകം മേടിക്കാൻ. ഞങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോ ഞങ്ങൾക്ക് 9 വയസ്സായിരുന്നു. ഞാൻ താഴത്തെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിപ്പ് നിർത്തി. നിന്റെ അച്ഛൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. ഒരിക്കൽ പാഠപുസ്തകം ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. പാവ അമ്മ എന്ത് ചെയ്യാൻ? അച്ഛൻ മരിച്ചു പോയില്ലേ? ഞാൻ നേരെ ഓടി അവറാച്ചന്റെ പറമ്പിലേക്ക് 2 മൂട് കപ്പ പറിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പുസ്തകം മേടിച്ചു. ആ പുസ്തകം പഠിച്ച് നിന്റെ അച്ഛൻ പോലീസുകാരനായി, കൊച്ചച്ഛൻ കള്ളനും. എന്റെ മക്കൾ ചെന്ന് കഞ്ഞി കുടിച്ച് കിടന്നുറങ്ങിക്കോ. അച്ഛൻ ഒരു വിഷമവും ഇല്ലടാ. നീ SI ആയിട്ട് വരുമ്പോ വേണമെങ്കിൽ നിനക്കും എന്നെ തല്ലാം. പക്ഷേ മർമ്മത്തിടിച്ച് കിടപ്പിലാക്കി കളയരുത് കേട്ടോ. എന്താന്നോ, കള്ളന്മാരില്ലെങ്കിൽ പോലീസുകാർക്ക് പണിയുണ്ടാവില്ല. അതുകൊണ്ടാ. അച്ചു, എനിക്ക് സങ്കടമല്ല. ചെറുപ്പത്തിൽ എന്നെ എന്തോരം തല്ലി. ഞാൻ അങ്ങനെ കൂട്ടിട്ടുള്ളൂ.